കോഴിക്കോട് ഇപ്പം ഈ ഫർണിഷ്ഡ് ഓഫീസ് സ്പേസിൻ്റെ സാധ്യത വളരെ കൂടുതലാണ്. അതിലിപ്പം ശരിക്കും ഈ കോവിഡിന് ശേഷം ഈ കോവർക്കിംഗ് സ്പേസ് ആയാലും അതുപോലെ തന്നെ ഒരു ഇൻ്റർനാഷണൽ ലെവലിലുള്ള ഓഫീസ് സ്പേസ് ആണെങ്കിലും ഭയങ്കര സാധ്യതയാണ് ഉള്ളത് ശരിക്കും. അപ്പോൾ രണ്ട് രൂപത്തിലും ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതൊന്ന് ഈ കൊമേഴ്ഷ്യൽ ബിൽഡിങ് ഈ കോവർക്കിംഗ് സ്പേസ് നടത്തുന്ന കമ്പനികൾക്ക് വാടക കൊടുക്കാം. രണ്ടാമത് ഈ കോവർക്കിംഗ് സ്പേസ് നടത്താനുള്ള സ്പേസും ഫർണിഷിങ്ങും ചെയ്തുകൊണ്ട് തന്നെ ഒരു റവന്യൂ ഷെയറിങ്ങിനും നിൽക്കുന്ന കോവർക്കിംഗ് സ്പേസിൻ്റെ കമ്പനികളുണ്ട്. അതുപോലെ തന്നെ ഈ ബിസിനസ് പാർക്ക് പോലുള്ള സ്ഥലങ്ങളിൽ ഒരുപാട് ഓഫീസ് സ്പേസുകൾ ഇപ്പോൾ വന്നു കഴിഞ്ഞു. ഓഫീസ് നോക്കുന്ന ആളുകളൊക്കെ ശ്രദ്ധിക്കുന്നത് ഇതുപോലെ ഇൻ്റർനാഷണൽ ലെവലിലുള്ള ഫെസിലിറ്റീസും കാർ പാർക്കിങ്ങും വൈഫൈ കണക്ടിവിറ്റിയും ജനറേറ്റർ ബാക്കപ്പും ഒക്കെ ഉള്ള ഒരു ഓഫീസാണ് ഇപ്പോൾ എല്ലാവരും നോക്കുന്നത്. നമ്മളെ പണ്ടത്തെ ആ ഒരു കൺസെപ്റ്റ് ഇപ്പൊ മാറി. പണ്ടുള്ള ഓഫീസുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോഴുള്ള ഓഫീസ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഡിഫറെൻ്റ് ആണ്. ഇപ്പോഴത്തെ ന്യൂജൻ ഓഫീസുകൾ നമ്മൾ പോയാൽ നമ്മൾ അത്ഭുതപ്പെട്ടു. വളരെ സിമ്പിൾ ആയിരിക്കും, പക്ഷേ അവർക്ക് എല്ലാ ഫെസിലിറ്റിയും ഉള്ള ഒരു ടവേഴ്സ് ആണ് അവർ പ്രിഫർ ചെയ്യുന്നത്. എവിടെയെങ്കിലും ഒന്നും പോയിട്ട് തുടങ്ങുന്നില്ല. ഇപ്പോൾ പണ്ടത്തെ ട്രഡീഷൻ വെച്ചിട്ട് ഇപ്പോൾ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആരും വാടക എടുക്കാത്തൊരവസ്ഥ. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ പിള്ളേർ മൊത്തത്തിൽ ഫുള്ളി ഫർണിഷ്ഡ് ആയുള്ള ഓഫീസ് സ്പേസ് പ്ലഗ് ആൻഡ് പ്ലേ. അപ്പോൾ അതുപോലുള്ള ബിൽഡിങ്സുകൾ നമുക്ക് കൊടുക്കാൻ പറ്റും. എന്നാൽ പക്ഷേ കുറേ ബിൽഡേഴ്സ് ഇപ്പോൾ അത് ആ ഒരു സെഗ്മെന്റിലേക്ക് വരുന്നുണ്ട്. അതൊരു വലിയൊരു കാര്യമാണ്. ട്രേഡ് സെന്റർ പോലുള്ള സംഗതികൾ ഒരു വലിയൊരു കാൽവെപ്പാണ്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയൊരു സാധനം, വേൾഡിലെ തന്നെ ഏറ്റവും വലിയ ട്രേഡ് സെന്റർ ലെവലിലുള്ള ഓഫീസ് സ്പേസസ് പ്രൊമോട്ട് ചെയ്യുന്നത്.